നമുക്കിനി അടുത്തത് നോക്കാനുള്ളത് നമ്മൾ എങ്ങനെയാണ് ഒരു സൈറ്റിൻ്റെ, അതായത് നമ്മുടെ ബ്രൗസറിൻ്റെ മൊത്തത്തിലുള്ള സെറ്റപ്സ്, അതായത് തീം നമ്മളെങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൽ അപ്പിയറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സ് എടുക്കുക, അപ്പിയറൻസ് എടുക്കുക. അപ്പിയറൻസിൽ തീം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഓക്കെ, തീമിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈഡിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈറ്റ് ആക്കണോ, ഡാർക്ക് ആക്കണോ, ഡിവൈസിൻ്റെ കളർ ആക്കണോ, ഓക്കെ, അല്ലെങ്കിൽ ഡാർക്ക് ലൈറ്റിൽ ഏതൊക്കെ സൈറ്റ്സ് യൂസ് ചെയ്യണം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ വാല്യൂസ് ചേഞ്ച്, അതിൻ്റെ കളേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ലൈറ്റ് ഡാർക്ക് ആക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. സോ എങ്ങനെ വേണമെങ്കിൽ അത് മാറ്റാം. സോ മാറ്റാൻ നമുക്ക് ഇത്രയേ ഉള്ളൂ. സെറ്റിങ്സ് പോവുക, അപ്പിയറൻസ് എടുക്കുക, അപ്പിയറൻസിൽ തീം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രോമിൻ്റെ സെറ്റിങ്സ് ഈസി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇത് പുറത്തേക്ക് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഗൂഗിളിൻ്റെ കളറും ഈ സാധനം ഈ ഡിസ്പ്ലേയും കൂടി ചേഞ്ച് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പം നമുക്കറിയാം നമ്മൾ കുറേ ഡൗൺലോഡ്സ് ഒക്കെ ചെയ്യണ്ടല്ലേ, ഡൗൺലോഡ്സ് ചെയ്യുന്നുണ്ട്. ഈ ഡൗൺലോഡ്സിൻ്റെ വാല്യൂസ് എങ്ങനെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ക്ലിയർ ചെയ്തു. ദാറ്റ് മീൻസ് എല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽസുകളും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേറൊരു പോയിന്റും പറയാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡൗൺലോഡ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഇത് സ്റ്റോർ ആവുന്നത് എപ്പോഴും എല്ലാവിടെയും കിടക്കണമെന്ന് വെച്ചാൽ ആ ലിങ്ക് മാറ്റിയിട്ട്, അതായത് ആ ലൊക്കേഷൻ മാറ്റി എനിക്ക് വേറെ ലൊക്കേഷനിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഡൗൺലോഡ്സ് ഇപ്പോൾ ഇതിൽ സെറ്റിങ്സ് എടുക്കുക, സെറ്റിങ്സ് പോവുക, അതിൽ ഡൗൺലോഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഡൗൺലോഡ്സ് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ഇതാണ്. അതായത് ഞാൻ എന്തൊക്കെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു, ആ ഡൗൺലോഡ് ചെയ്ത് പോകുന്നത് എവിടെ നിന്നാണ്, ഈ ഒരു ദിവ്യ വൺ ഡ്രൈവ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ നിന്നാണ് ഇത് ലൊക്കേറ്റ് ആവുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഞാൻ ജസ്റ്റ് ലൊക്കേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതായത് പിക്ചേഴ്സ് എന്ന് പറഞ്ഞ സാധനത്തിലാണ് ഇപ്പോൾ എൻ്റെ സാധനങ്ങൾ ഡൗൺലോഡ് ആയി കിടക്കുന്നത്. ഈ ഒരു സ്ഥലത്താണ് എൻ്റെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനി എനിക്ക് മാറ്റേണ്ടത്, എനിക്ക് ചേഞ്ച് ചെയ്ത് തിരിച്ച് എവിടേക്ക് ആക്കണം, എനിക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം. എനിക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലാകണം എനിക്ക് ഇനിയുള്ള എൻ്റെ വാല്യൂസ്, അതായത് ഇനിയുള്ള എൻ്റെ ഡൗൺലോഡ്സ് സേവ് ആവേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫോൾഡർ സെലക്ട് ചെയ്തു, ദെൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ഹാപ്പൻ ചെയ്തു. ഇനി ഞാനിപ്പോൾ ഒരു സൈറ്റ് എടുക്കണം, ഇൻസ്പ്ലാഷ് എന്ന് പറഞ്ഞ സൈറ്റ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ സാധനം ഞാൻ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഇത് ഡൗൺലോഡ് ആവുന്ന സമയത്ത് ഇത് നമ്മുടെ ആ പുതിയ ലൊക്കേഷനിലേക്കാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കണം? നമുക്കിത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ ഡൗൺലോഡ് ഹിസ്റ്ററി നോക്കുക. ഹിസ്റ്ററി നോക്കിയിട്ട് നിങ്ങളുടെ ഈ ഒരു സാധനം ഈ ക്ലിക്ക് ചെയ്ത ഷോ ഇൻ ഫോൾഡർ എന്ന് കാണിച്ചാൽ അതെവിടെ പോകണം നോക്കിയേ. എവിടെ പോണേ? ഡൗൺലോഡ്സിലായി പോയത്. ദാറ്റ് മീൻസ് ഡൗൺലോഡ്സിലാണ് അത് കിടക്കണേ. നമ്മൾ നേരത്തെ എവിടെ പോയത്? പിക്ചറിലായിരുന്നു. പക്ഷേ നമ്മൾ ചേഞ്ച് ചെയ്തത് ഇവിടേക്ക് ആക്കി, ഡൗൺലോഡ്സിലേക്ക് ആക്കി. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡൗൺലോഡ്സിൻ്റെ ലിങ്ക്, അതായത് ഡൗൺലോഡ്സിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുക. ഒന്നുമില്ല, സെറ്റിങ്സ് എടുക്കുന്നു, ഡൗൺലോഡ്സ് പോകുന്നു, നമ്മുടെ ലൊക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് ചേഞ്ച് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ലൊക്കേഷൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാം, ഒന്ന് വാലിഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ IP അഡ്രസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ, അപ്പോൾ എങ്ങനെയാണ് നമുക്കത് അറിയാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് വാട്ട് ഈസ് മൈ IP അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ജസ്റ്റ് ക്ലിക്കാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ട് ഈസ് മൈ IP. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പബ്ലിക് ആയിട്ടുള്ള IP അഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏത് സിസ്റ്റത്തിൻ്റെ ആണെങ്കിലും. ഓക്കെ, കണ്ടോ, ഇതിപ്പോൾ ഇതെൻ്റെ ചെക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ, അതായത് ഹൈഡ് ഡിറ്റക്ട് ചെയ്തില്ല. ഇതാണ് എൻ്റെ IPv4. അപ്പോൾ അതേപോലെ നമ്മുടെ വാല്യൂസ് ഡിറ്റക്ട് ആവും. ഓക്കെ, മേ ബി ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുറച്ച് നേരത്തെ വരെ ഡിസ്പ്ലേ ആയിട്ടുണ്ടായിരുന്നു. സോ ഇത് ഇങ്ങനെ നമ്മുടെ IP അഡ്രസ്സുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. വാട്ട് ഈസ് മൈ IP അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായോ? അതായത് സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ തീം മാറ്റുന്നത് പറഞ്ഞു തന്നു. പിന്നെ അതിൽ ഡൗൺലോഡ്സിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് പറഞ്ഞു തന്നു. നമ്മുടെ IP അഡ്രസ്സ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു തന്നു. ഓക്കെ.